പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വിശിഷ്ടമായ ഒരു അതിഥിയുണ്ട്. അതിവിശിഷ്ടമായ വസ്തുക്കൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രത്യേക എന്താണ് ഒരു കാറ്റഗറിയാണ്. ശ്രീ സുരേഷ് പിള്ള എന്ന് പറഞ്ഞാൽ അറിയില്ലായിരിക്കും. ഷെഫ് പിള്ള എന്ന് കേരളമല്ല ലോകം വിളിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്. നമസ്കാരം. നമ്മുടെ ചാനൽ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ അദ്ദേഹം ഈ ഫ്ലോറിൽ വരുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അതിനകത്ത് ഞാൻ പറയും ഒരു ദൈവാധീനം ഉണ്ടെന്ന് കരുതും. കാരണം ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊരാൾ വേണമല്ലോ, നമ്മുടെ ഷെഫ് പിള്ളയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോണിൽ അങ്ങയുടെ കോൾ വരുന്നു. അതിനകത്തൊരു യാദൃശ്ചിതയുണ്ടല്ലേ, എൻ്റെ നമ്പർ നോക്കി വിളിക്കുമ്പോൾ ഞാൻ അങ്ങേക്ക് എൻ്റെ നമ്പർ അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സഞ്ചറിൽ. തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഞാനത് അന്ന് നമ്മൾ തമ്മിൽ പറഞ്ഞത് ഇത് ഭഗവാന്റെ ഒരു നിയോഗമാണ്. നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന ആൾ രണ്ടിടത്തും രണ്ടുപേരുടെയും നമ്പർ വരുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ ഫ്ലോറിൽ അങ്ങ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുടുംബം മുഴുവൻ വന്നു, എൻ്റെ മകള്, എൻ്റെ ഭാര്യ. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. ഈ നല്ല ഭക്ഷണം കൊടുത്താൽ ആളുകളുടെ ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കൊക്കെ കയറാം, അല്ലേ? തീർച്ചയായിട്ടും. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, വിശക്കുന്നവൻ്റെ മുന്നിൽ ദൈവം ഭക്ഷണമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ രുചിഭേദങ്ങൾ ഇതൊക്കെ വല്ലാതെ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ രുചിയുടെ ലോകത്തേക്ക് വന്നത്? വളരെ അവിചാരിതമായിട്ട്. ഒരിക്കലും ഒരു ഷെഫ് എന്ന നിലയിലേക്ക് എത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വന്ന ഒരാളല്ല. ജീവിത സാഹചര്യം കൊണ്ട് ഇപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു പഠിക്കാൻ ചവറയിൽ തെക്കും ഭാഗത്ത്. അപ്പോൾ അവിടുന്ന് എന്തൊക്കെയോ കാരണം കൊണ്ട് പ്രീ ഡിഗ്രി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ജയിലിൽ. അത് ബുദ്ധിമുട്ടായപ്പോഴാണ് കൊല്ലത്തെ ഒരു ബിഷപ്പ് ജെറോ നഗർ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഏതെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് ചൊല്ലിയിട്ട് അവസാനം എനിക്ക് കിട്ടിയത്. അവിടുത്തെ എല്ലാ കടകളിലും പോയി ചോദിച്ചപ്പോൾ എല്ലാവരും റിജക്റ്റ് ചെയ്തു. ലാസ്റ്റുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് കയറുന്നു, അവിടെ ജോലി ചെയ്യുന്നു. അവിടെ കുറച്ച് നാൾ ചെയ്തപ്പം ഭക്ഷണത്തിനുള്ള താല്പര്യം നമുക്കുള്ളിൽ എങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ട് അവിടുത്തെ ഷെഫിനെ സമയം കിട്ടുമ്പം അസിസ്റ്റ് ചെയ്ത് ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുത്ത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം, നിനക്ക് ഇതിനകത്തൊരു സ്കില്ലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം അങ്ങനെ അവിചാരിതമായിട്ട് കയറുകയും അത് എൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി അതിനകത്ത് എനിക്കൊരു നൈപുണ്യം ഉണ്ട്, അല്ലെങ്കിൽ അത് ഡെവലപ്പ് അങ്ങനെ അതിൽ ഫോക്കസ് ചെയ്യുകയും വളരെ ഒരു 30 വർഷത്തെ ഒരു ജേണിയായി. 3-4 വർഷം കൊല്ലത്തെ ആ ചെറിയ ഹോട്ടലിൽ വർക്ക് ചെയ്തു. അവിടുന്ന് കോഴിക്കോടേക്ക് എത്തുന്നു, അവിടുന്ന് ബാംഗ്ലൂർ എത്തുന്നു, അവിടുന്ന് വീണ്ടും വിവാഹ ഒക്കെ സമയപ്പോൾ കുമരകത്ത് വരുന്നു. അവിടുന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ 2004 അതും മഹാത്മാഗാന്ധിയും വിൻസ്റ്റൺ ചർച്ചിലും ചാർലി ചാപ്ലിനൊക്കെ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റിൽ, അതും 1927 ആദ്യത്തെ ഒരു ലോകത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇപ്പം 100 വർഷം പൂർത്തിയായ ആ റെസ്റ്റോറൻറ്റിലാണ് എനിക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ പറ്റുന്നത്. 2005 അവിടെ ജോലി ചെയ്യുന്നു. അവിടെ നിന്നൊരു 6-7 വർഷം ജോലി ചെയ്തതിന് ശേഷം ഒരു ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പൊക്കെ കിട്ടി. പിന്നെ കുറേ വിഖ്യാതമായ റെസ്റ്റോറൻറ്റിലും ഷെഫ്മാരോടൊക്കെ ജോലി ചെയ്ത് ഒരു 2 വർഷം നാട്ടിൽ വന്ന് നിന്നിട്ട് തിരിച്ച് കുട്ടികളൊക്കെ വലുതായപ്പോൾ ഒരു ഇന്ത്യയിലേക്ക് വരാം, ഒന്ന് കുറച്ച് നാളൊന്ന് നിന്നിട്ട് തിരിച്ചു പോകാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ 2 വർഷത്തേക്ക് കേരളത്തിലേക്ക് രവിപിള്ള സാറിൻ്റെ ഒരു ക്ഷണപ്രകാരം റാവിസ് ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് ഷെഫായിട്ട് കൊല്ലത്ത് വരുന്നു. അതിന് ആ 2 വർഷം ജോലി ചെയ്ത് കഴിയുമ്പോൾ കോവിഡ് വരുന്നു. അപ്പോൾ കോവിഡിന് ശേഷം തിരിച്ചു പോകേണ്ട ഒരു സമയമായപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒക്കെ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ വരികയും പിന്നീട് ഒരു റെസ്റ്റോറൻറ്റ് ബാംഗ്ലൂരിൽ തുടങ്ങുന്നു. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ ഇന്നത് 4 വർഷം തികഞ്ഞ ദിവസമാണ്. അപ്പോൾ അതൊരു അതെ, നവംബർ 1 ഞാൻ അവിടെ വിളക്ക് കത്തിച്ച്, അമ്മ വന്ന് വിളക്ക് കത്തിച്ച് ഒരു പൂട്ടിക്കിടന്ന റെസ്റ്റോറൻറ്റ് തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഈ 4 വർഷത്തിനിടയിൽ കുറേ സംഭവങ്ങളൊക്കെ ആയി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അക്കാഡമി കൊടൈക്കനാലിൽ തുടങ്ങി, ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. അതെ, അപ്പോൾ അതാണ് ഏറ്റവും ഫൈനലിൽ നിൽക്കുന്നത്. ഇനി ഒരു കുറേ റെസ്റ്റോറൻറ്റുകൾ ലോകം മുഴുവൻ പല സിറ്റികളിലും തുടങ്ങാനുള്ള കുറേ പ്രൊജക്റ്റുകളും കയ്യിലുണ്ട്. ഞാൻ അങ്ങയുടെ പല ഇൻ്റർവ്യൂകളും കണ്ടിട്ടുണ്ട്, ഇൻ്റർവ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി. അങ്ങനെയല്ല, നമ്മൾ വന്ന് ബാംഗ്ലൂർ ആരംഭിച്ചു, പിന്നീട് ഒരു 6 മാസം കൊണ്ട് അടുത്തൊരു ബ്രാഞ്ച് നിന്ന്. പക്ഷേ അങ്ങനെയല്ല, 1 മാസം കൊണ്ട് 6 ബ്രാഞ്ച് തുടങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനെ തുടങ്ങും. ഇനി അതൊരു മാജിക്കായിരുന്നു. ഫ്രാഞ്ചൈസികൾ അല്ലെങ്കിൽ ഒക്കെ ഒരുപാട് തുടങ്ങുന്നു. അവിടെ ഒന്നും ക്വാളിറ്റിയിലൊരു കോംപ്രമൈസും ഇല്ല. ഫിഷ് നിർവാണ ബാംഗ്ലൂർ കഴിച്ചാലും നമ്മുടെ സെൻട്രൽ മോളിൽ കഴിച്ചാലും എല്ലാം ഒരുപോലെയാണ്. എങ്ങനെയാണ് ഈ ഫ്രാഞ്ചൈസികൾ കൂടും? ഇപ്പോൾ എണ്ണം കൂടുമ്പോൾ ക്വാണ്ടിറ്റി കൂടുമ്പോൾ ക്വാളിറ്റി കുറയുമെന്ന് പറയുന്നത്. അത് ക്വാണ്ടിറ്റി കൂട്ടുകയും ഒപ്പം ക്വാളിറ്റി കൂട്ടുകയും ചെയ്യുന്ന ഈ മാജിക് എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ലോകത്തൊരാളും ഈ ഒരു 4 വർഷം കൊണ്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഭക്ഷണ മേഖല. കാരണം ഇപ്പോൾ നമുക്ക് KFCയോ മക്ഡൊണാൾഡ്സോ പോലൊരു സിസ്റ്റവും പ്രോസസ്സുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് 100-1000 ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പക്ഷെ അതുപോലെ ഒരു കേരള ഭക്ഷണം എന്ന് പറഞ്ഞ സ്കില്ലായിട്ടുള്ള ഷെഫുമാർ
നിത്യവും പല പല ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ച് അത് ഇന്ന് തന്നെ കുക്ക് ചെയ്ത് അതാത് ദിവസങ്ങൾ കുക്ക് ചെയ്ത് പോകേണ്ട ഒരു ഫ്രഷ് പ്രൊഡക്റ്റിനെ റിപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പാടുള്ള കാര്യമാണ്. പിന്നെ ഈ ഒരു 30 വർഷത്തെ എൻ്റെ ഒരു അനുഭവവും ഞാൻ ജോലി ചെയ്ത കുറേ നല്ല നല്ല സ്ഥാപനങ്ങളിലെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു നമ്മുടേതായ ഒരു സിസ്റ്റവും പ്രോസസ്സും കൊണ്ടുവരികയും നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുകയും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുകയും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ഓണർഷിപ്പോട് കൂടി ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ വർഷം തന്നെ 4 റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റിയത്. സാധാരണ നമ്മുടെയൊക്കെ ഇതേ രീതിയിലുള്ള ഒരു ഇന്ത്യൻ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഭക്ഷണശാലയൊക്കെ തുടങ്ങുന്നവർ മിനിമം ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷമൊക്കെ ആവും ഒരു രണ്ടാമത്തെയൊക്കെ ചെയ്യാൻ. അതൊന്ന് സെറ്റാക്കി അതിൻ്റെ എല്ലാ ബിസിനസ്സും അതിൻ്റെ P&L മാത്സും കാര്യങ്ങളും ഒക്കെ റെഡി ആവണമല്ലോ. അതിൻ്റെ ഒരു ROE റിട്ടേൺ ഇതൊക്കെ കിട്ടി മേക്ക് ഷുവർ ചെയ്യുമ്പോഴാണ് വരിക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു 30 വർഷം ഇങ്ങനെ ഈ ഒരു മേഖലയിൽ നിന്നതും അതിൻ്റെ പ്രവൃത്തി പരിചയവും അനുഭവവും ജ്ഞാനങ്ങളും കൊണ്ട് ആദ്യമായിട്ട് ഒരെണ്ണം തുടങ്ങി. അല്ല ഞാനിത് തുടങ്ങുമ്പം ഇത്രയും തുടങ്ങണമെന്ന് ചിന്തയൊന്നുമില്ല. കിട്ടുമ്പോൾ അപ്പം ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടൽ ഗ്രൂപ്പായ മാരിയട്ടാണ്. അപ്പോൾ അവർ ഇന്നേ വരെ വേറൊരാൾക്ക് ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് ഇത്രയും 10,000s ഓഫ് ഹോട്ടൽസ് ലോകത്ത് മുഴുവനുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഐക്കോണിക് ബ്രാൻഡായിട്ട് കൊച്ചിയിൽ ലേ മെറിഡിയൻ എന്ന് പറഞ്ഞ സ്ഥാപനം അവർ മാരിയറ്റിൻ്റെയാണ്. അപ്പോൾ അതിലൊരു അവസരത്തിനായിട്ട് ഞാനും ഭയങ്കരമായിട്ട് ഞെട്ടി. അപ്പോൾ എനിക്കറിയാം മാരിയറ്റിനെ പോലെ ഒരു വലിയൊരു ഇന്റർനാഷണൽ അതെ. അപ്പോൾ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വരുന്നു, നമ്മളതിനെ ഡിസ്കസ് ചെയ്യുന്നു. അത് ഒരു വർഷത്തോളം എടുത്തു. കാരണം ഇത് ആദ്യത്തെ സംഭവമാണ്. അവർക്കും അറിയില്ല എങ്ങനെയാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഉണ്ടായിട്ടില്ല. അത് കൂടാണ്ട് ഗൾഫാർ മുഹമ്മദ് അലി സാർ എന്ന് പറഞ്ഞ അവരുടെ പ്രോപ്പർട്ടി, മാരിയറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, പിന്നെ നമ്മളെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ 3 പേരുടെയും കൂടെ കാര്യങ്ങളൊക്കെ നമ്മൾ പലതും ചെയ്ത് അവസാനം സിംഗപ്പൂർ പോവും, അവിടുന്ന് അത് തിരിച്ച് US പിന്നീട് വന്നിട്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ അതൊരു വലിയൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു കേരള ബ്രാൻഡ്, അത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരാളെ ഷെഫ് എന്ന നിലയിൽ ഒരുപക്ഷെ ഞാൻ പ്രൂവ് ചെയ്താൽ, പക്ഷെ ഒരു ബിസിനസ് എന്ന ഒരു റെസ്റ്റോറൻറ്റ് എന്ന നിലയിൽ ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പം അത് കണ്ടിട്ട് പ്രൂവായിരുന്നു. അതെ. അപ്പം അത് പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരവസരം അങ്ങനെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാവുകയും ക്രെഡിബിലിറ്റി അതൊരു ഭയങ്കര തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ചെയ്തതിലിപ്പോൾ എനിക്കിപ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായി. ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു സിനിമ, അപ്പോൾ അതിൽ ടൊവിനോ തോമസ് ഭയങ്കര ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ അതിലെ പെർഫോമൻസ് കണ്ട് മാർവൽ അല്ലെങ്കിൽ സ്റ്റീവൻ സ്പിൽബർഗ് കണ്ടിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഹോളിവുഡിൽ കൊടുക്കുവാണ്. വരൂ, നല്ല രീതിയിലൊരു സൂപ്പർഫിഷ്യലായിട്ടുള്ളൊരു മൂവി നിങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ്, അപ്പോൾ ഒരു ഹോളിവുഡിലേക്ക് ഒരു ചാൻസ്, അതുപോലൊരു അവസ്ഥയാണിത്. അപ്പോൾ ഒരു നാടൻ ഒരു കേരള ഭക്ഷണം മാത്രം കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ആള് ഇതുപോലൊരു ബ്രാൻഡ്, ഇപ്പം ഒരു താരതമ്യേന ഒരു ഇന്ത്യൻ ബ്രാൻഡിനെ താജോ ഒബ്രോയോ പോലും ചെയ്താൽ പോലും വലിയൊരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ ബ്രാൻഡ് ഇപ്പോൾ റാവിസ് അല്ലെങ്കിൽ കാസിനോ ഗ്രൂപ്പ്, അങ്ങനെ നമ്മുടെ ഹോം ഗ്രോൺ ബ്രാൻഡ്സ് ഉണ്ട്, ഹോട്ടൽസ്, അവർ ചെയ്താൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷം വരും. അപ്പോൾ അതിലുപരി ഒരു കേരള ബ്രാൻഡോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു താജോ ഒബ്രോയോ അല്ലെങ്കിൽ ITCO പോലെ വൻകിട പഞ്ചനക്ഷത്ര ഹോട്ടലുകളുള്ള അവർ പോലും ചെയ്യുമ്പോഴാണ് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായ മാരിയറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു കാര്യം ശരിയാണ്. ഭക്ഷണ മേഖലയിലെ മിന്നൽ മുരളിയാണ്. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യവും അനുഗ്രഹമായിട്ട് വരികയാണ്. അതെങ്ങനെ നമ്മൾ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒരു നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഒരു ഷെഫ് എന്ന് പറഞ്ഞാൽ ഒരു പണ്ട് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ ഭക്ഷണത്തിന് ഇതൊക്കെ കൊണ്ടുവന്നത് ഫ്രഞ്ചുകാരാണ്. അപ്പോൾ ഫ്രഞ്ചാണ് ഇതിൻ്റെ ഒരു ടേംസ് എടുത്ത് നോക്കിയാലും ഫ്രഞ്ച് ടെർമിനോളജിയാണ്. ഇപ്പോൾ ബൊഫേ എന്നൊക്കെ പറയുന്നത് ഫ്രഞ്ച് വേർഡാണ്. അലാകാട്ടെ, ബുഫേ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഷെഫുമാരുടെ പൊസിഷൻസ് പോലും ഈ ഫ്രഞ്ച് ടേമിലാണ്. ഷെഫ് ഡി പാർട്ടി, ഷെഫ് ഡി ക്വിസിൻ എന്നൊക്കെ പറയുന്നത് എല്ലാം ഫ്രഞ്ചാണ്. അപ്പോൾ അതിൽ എസ്കോഫിർ എന്ന് പറഞ്ഞൊരു ഗ്രേറ്റ്, നമ്മുടെ എല്ലാവരും തലതൊട്ടപ്പനായ അദ്ദേഹമാണ് ഇതിനെല്ലാം ഒരു സിസ്റ്റവും പ്രോസസ്സും ഒക്കെ കൊണ്ടുവന്ന്, ഓക്കെ ഇങ്ങനെ ആയിരിക്കണം, ഫിഷ് കുക്ക് ചെയ്യേണ്ട ഇന്ന ആളാണ്, ഈ പൊസിഷനാണ്, അതൊരു സോസ് ഉണ്ടാക്കേണ്ട ആൾ ഇങ്ങനെയാണ്, അവിടെ കോമി 2 എന്ന് പറഞ്ഞ ആളാണ് കട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മിസംബ്ല ചെയ്യേണ്ടത്, ഷെഫ് ഡി പാർട്ടിയാണ് ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്, ഒരു സൂ ഷെഫാണ് ഇത് നിയന്ത്രിക്കേണ്ടത്, ഹെഡ് ഷെഫാണ് ഇതിൻ്റെ മെനു ഓർഗനൈസ് ചെയ്യേണ്ടത്, ഒരു എക്സിക്യൂട്ടീവ് ഷെഫാണ് ഇതിൻ്റെ കംപ്ലീറ്റ് റിക്രൂട്ട്മെൻറ്റും പ്രോസസ്, ഹൈറാർക്കി, ബ്രിഗേഡിയർ സിസ്റ്റം ഒക്കെ ഈ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നത് എസ്കോഫിർ എന്ന് പറയുന്ന ഷെഫാണ്. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോഴും ഓക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അപ്പോൾ ആ ഒരു എത്രയോ വർഷം മുമ്പാണ് ഫ്രഞ്ച്, അപ്പോൾ അവരാണ് ഇതിൻ്റെ കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊരു പ്രോസസ്സും, ഞാനിപ്പോൾ യൂറോപ്പിൽ ജോലി ചെയ്തിരുന്ന വലിയൊരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സിൻ്റെ 20 മിഷ്ലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ള ആ കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മളൊക്കെ ആദ്യം ഒരു കുക്കായിട്ട് ഫുഡ് ചെയ്ത് പിന്നെ ഒരു ഷെഫായിട്ട് ഇവരുടെയൊക്കെ എത്തി, നമ്മളവിടെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു. എവറി വീക്ക് എങ്ങനെയാണ് ഇത് മീറ്റിംഗ്, അതിൻ്റെ ഒരു MAS മീറ്റിംഗ് വീക്കിലി അനലൈസ് ചെയ്ത്, ഞാനൊരു ഹെഡ് ഷെഫായിരുന്നപ്പം. അപ്പോൾ എനിക്കിതൊക്കെ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ജോലി ചെയ്യുക, കുക്ക് ചെയ്യുക, നല്ല ഫുഡ് കൊടുക്കുക, നല്ല ഫീഡ്ബാക്ക് കിട്ടുക,
അതിനപ്പുറം വേറൊരു സംഭവം ഉണ്ടെന്നുള്ളത് നമ്മൾ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത്. അതല്ല, നമ്മളതിന് വേറെയും കുറേ റെസ്പോൺസിബിൾ ആണ്. എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്, എന്താണ് നിങ്ങളുടെ ആഴ്ചയിലെ റവന്യൂവിൻ്റെ അഗെയിൻസ്റ്റ് ഫുഡ് കോസ്റ്റ് എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്തു, എങ്ങനെയാണ് നിങ്ങളുടെ ബാക്കിയുള്ള പേറോള് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു, എന്ത് വേസ്റ്റേജ് ആണ് ഉണ്ടായിരിക്കുന്നത് ഒരാഴ്ച നിങ്ങൾ പർച്ചേസ് ചെയ്തു, ഇതെല്ലാം റെക്കോർഡഡ് ഒരു സോഫ്റ്റ്വെയറിൽ കൂടെ നമ്പറായിട്ട് കാണുമ്പം ഇതൊക്കെ നമുക്ക് അത്ഭുതമാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റവും പ്രോസസ്സിലൂടെ പോകുമ്പം അവിടെ റെസിപ്പി സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് കൺസിസ്റ്റൻസി. നിങ്ങളൊരു 10 ലിറ്റർ ഒരു ചിക്കൻ കറി ഇപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൈ അളവിൽ വെച്ചൊക്കെ എനിക്ക് ഉണ്ടാക്കാം. നമ്മുടെയൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഡെയിലി ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെ പോയി ഇപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമ്മുടെ ട്രെയിൻ ചെയ്തപ്പം ഒരു എത്ര എക്സ്പെർട്ട് ആയിക്കോട്ടെ, നോ മാറ്റർ, എവറി ടൈം യു ടു മെഷർ ഇറ്റ്. അപ്പോൾ എനിക്ക് ആദ്യം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ സ്പൂണിന് ഒരളവ് ഇപ്പോൾ ഒരു നാടൻ മുളകിട്ട മീൻകറി ഉണ്ടാക്കുമ്പോൾ അത് അല്ല, അതിൻ്റെ മുളക് പൊടി നമുക്കൊരു സ്പൂണിൽ എടുക്കുന്ന അറിയാം, ഇതൊരു 15 ഗ്രാം, ഇത് 2 ഇട്ട് കഴിഞ്ഞാൽ കൃത്യമാവും. ഇത്തിരി എരിവ് കൂടിയാലോ. പക്ഷേ അവരുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ അതല്ല. നിങ്ങൾ സ്പൂണിലിട്ടാൽ ചിലപ്പോൾ ഒരു എരിവിൻ്റെ ഒരു അളവ് ഒരു സ്കെയിലിൽ 1 തൊട്ട് 10 ആണെങ്കിൽ 7 ആണ് കൃത്യമെങ്കിൽ 7.1 ആവാൻ പാടില്ല എന്നാണ് അവരുടെ. അപ്പോൾ 7 ആവണമെങ്കിൽ 40 ഗ്രാം ആണ് മുളക് പൊടിയെങ്കിൽ 40 ഗ്രാം എവറി ടൈം മെഷർ ചെയ്തിട്ടുണ്ടാക്കുക. അപ്പോൾ അതൊരു SOPയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ടീമിലോട്ട് നമ്മളങ്ങനെ ഒരു റെസിപ്പി ആദ്യം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫിഷ് നിർവാണ. അപ്പോൾ അതിൻ്റെ ഫിഷ് നിർവാണയുടെ റെസിപ്പി വെച്ചാൽ അതിൻ്റെ ഒരു കഥയുണ്ട്. അപ്പോൾ ഈ ഫിഷ് നിർവാണ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ, ഞാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ബേസിക് പറയണം. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് എല്ലാ റെസ്റ്റോറൻറ്റിലും കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഒരു നെയ്മീൻ അല്ലെങ്കിൽ കരിമീൻ അല്ലെങ്കിൽ ആവോലി, ഇത് 3 വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ നെയ്മീൻ്റെ ഒരു ഡോൺ കട്ട് ചെയ്ത സെൻറ്റർ പീസ് ഒരു 180 to 200 ഗ്രാം ഓഫ് ഫിഷ് ആണ് അതിൻ്റെ ഒരു മെയിൻ പ്രോട്ടീനായിട്ട് എടുക്കുക. അതിന് ഇത്ര ഫിഷ് വന്നു കഴിഞ്ഞാൽ ഒരു 10 കിലോ മീൻ കട്ട് ചെയ്ത ഇത്ര ഈൽഡ് കിട്ടും നമുക്കറിയാം. അപ്പോൾ അതിന് എത്ര ഗ്രാം അതിൻ്റെ മറിനേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് 230 ഗ്രാം കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഒരു 40 ഗ്രാം ഓഫ് ടർമറിക് പൗഡർ, ഇനഫ് സോൾട്ട്, 4 ലൈമിൻ്റെ ജ്യൂസ്, ഒരു 20 ഗ്രാം കറിവേപ്പില ഫൈൻ ചോപ്പ് ചെയ്തിട്ട് മറിനേറ്റ് ചെയ്താൽ ആ ഫിഷ് അത് റെസിപ്പി സെറ്റായി. അപ്പോൾ ആ ഒരു ബാച്ച് ഓഫ് ന്യൂ റെസിപ്പി ഉണ്ട്. അപ്പോൾ ഒരു ഷെഫിന് അതെടുത്ത് നോക്കി ആര് വന്നാലും അത് മെഷർ ചെയ്ത്, പിന്നെ ഒരു ഓർഡർ വരുമ്പോൾ ഡയറക്റ്റ്ലി വാഴയില വെക്കുന്നു, ഈ ഫിഷ് മറിനേറ്റ് ചെയ്ത് വെച്ചു, അതിലേക്ക് 150 ml തേങ്ങാപ്പാൽ 1ാം പാൽ ഒഴിക്കുന്നു, അതിലേക്ക് 20 ഗ്രാംസ് ഓഫ് ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ ഇടുന്നു, 15 ഗ്രാം കൊത്തിയരിഞ്ഞ പച്ചമാങ്ങയും ഇഞ്ചിയും പച്ചമുളക് ഇടുന്നു, കറിവേപ്പില ഇടുന്നു, തേങ്ങാക്കൊത്തിടുന്നു, 8 കറിവേപ്പില ഇടുന്നു, അതിനുശേഷം 8 ഉണ്ട്. ഒരു നിർവ്വാണക്കകത്ത് 8 കിട്ടും. അതെല്ലാം ഇതൊരു സ്റ്റോക്കിനകത്ത് വരുന്നതാണ്. നമ്മളിപ്പോൾ 1 കിലോ സ്റ്റോക്ക് മാനേജ് ചെയ്യുക വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് എല്ലാവരും പറയും നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇതിനെല്ലാം ഒരു കണക്കുണ്ടല്ലോ. അപ്പോൾ 1 കിലോ കറിവേപ്പില വാങ്ങിച്ചാൽ നിർവ്വാണക്കകത്ത് ചിലപ്പം 20 ഗ്രാം ആയിരിക്കും ഇടുക, നാടൻ കോഴിക്കറിക്കകത്ത് വേണമെങ്കിൽ നമ്മളൊരു 15 ഗ്രാം ആയിരിക്കും ഇടുക, അല്ലെങ്കിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ആ ചെമ്മീൻ്റെ പുറത്ത് 2 എണ്ണം വെക്കുക. അപ്പോൾ ഇത് എന്തിന് യൂസ് ചെയ്തു എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ആ സ്റ്റോക്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഒരു 8 നിർവ്വാണം എന്ന് ബില്ലടിച്ചാൽ 8-64 കറിവേപ്പിലയുടെ ഒരു ഗ്രാം അനുസരിച്ചിട്ട് ആ സ്റ്റോക്കിൽ കുറയും. ഇതാണ് എല്ലാത്തിനും ഓരോ ഇതൊക്കെയാണ് അവിടെ പോയാലുള്ള ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ആ ഒരു സാധനം ഒരു ഷെഫ് ഉണ്ടാക്കുമ്പോൾ ആ പ്രോസസ്സും റെസിപ്പിയും ഫിക്സ്ഡ് ആണ്. അപ്പോൾ അടുത്തൊരു പുതിയൊരാൾ വരുമ്പോൾ അയാൾ ആ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ ആ ബേസിക് മറിനേഷൻ, ഇത് 1 കിലോ മറിനേഷൻ ഇത്ര ഗ്രാം മുളക് പൊടി, ഇങ്ങനെയുള്ളൊരു ആ കണക്കുണ്ട്. ആ റെസിപ്പി അയാൾ ചെയ്താൽ പിന്നെ അത് മാറുന്നില്ല. ഫിഷ് കട്ട് ചെയ്യുന്ന ഒരാൾക്ക് അറിയാം നമ്മളുടെ ഒരു നിർവ്വാണയുടെ സൈസ്, ചില ഫിഷിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പാർട്ട് മാറും. അപ്പോൾ അതാണ് 180 മുതൽ 200 ഗ്രാം വരെ അതിൻ്റെ ആവറേജിൽ നിൽക്കും. ആ ഫിഷിന് ഇത്ര ഗ്രാം ഒരു മറിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ അതിൻ്റെ മെയിൻ സോസായി. പിന്നെ അലാ മിനിറ്റ് ഈ അലാ കട്ട എന്ന് പറയുമ്പോൾ അലാ മിനിറ്റ് എന്ന് പറയും. അലാ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ മൊമെന്റിൽ ഉണ്ടാക്കുന്നതാണ് അലാ മിനിറ്റ്. ഇപ്പോൾ ഒരു അപ്പം നമ്മൾ ഉണ്ടാക്കില്ലേ, വേണമെങ്കിൽ ഒരു കണ്ണാടിപ്പെട്ടിയിലൊക്കെ പണ്ട് ചായക്കടലൊക്കെ വെക്കും, അത് അലാ മിനിറ്റ് അല്ല. നിങ്ങൾ വന്നിരുന്ന് ഓർഡർ ചെയ്യാണ് ഒരു അപ്പോ സ്റ്റൂ അല്ലെ നിർവ്വാണം. അപ്പോൾ ഓർഡർ വരുമ്പോൾ ഉണ്ടാക്കുന്നതാണ് അലാ മിനിറ്റ്. അപ്പോൾ അതൊരു ഫ്രഞ്ച് ടൈമാണ്. അപ്പോൾ അലാ മിനിറ്റ്, ഇപ്പോൾ പാസ്ത ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് എല്ലാം റെഡി ആയിരിക്കും. പക്ഷേ ഫൈനൽ ഇപ്പോൾ ഒരു ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്യാണ്. ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്താൽ അവിടെ ഷെഫിൻ്റെ കയ്യിൽ നൂഡിൽ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ക്യാപ്സിക്കം അല്ല ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, സെലറി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും, സോസ് ഇവിടെ ഉണ്ടാവും, സോയാ സോസ് ഇവിടെ ഉണ്ടാവും. പാനിൽ വരുന്നു, എണ്ണ ഒഴിക്കുന്നു, ഒരു മുട്ട ഇവിടുന്ന് പൊട്ടിച്ചൊഴിക്കുന്നു, എന്നിട്ട് ചിക്കി അടിച്ച് നൂഡിൽസ് ഇട്ട് ബ്ലാക്ക് പെപ്പറും സോയാ സോസും സോൾട്ടും ഇട്ട് അടിച്ച് 2 മിനിറ്റ്സിൽ അലാ മിനിറ്റിൽ കുക്ക് ചെയ്യും. അതെ, അതാണ് അലാ മിനിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ. അല്ല, ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു കാര്യം ഉറപ്പായി, മുതലാളി അടുക്കളയിലാണ്. അടുക്കളയിൽ ഇപ്പോൾ ഏകദേശം ഒരു 600ഓളം ഷെഫുമാർ. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞതാണ്, ഞാൻ ഒരു 30 വർഷം ഒരു ജീവനക്കാരനായിട്ടിരുന്ന ഒരാളാണ്. അപ്പം പല സ്ഥാപനങ്ങൾ ഈ കോവിഡ് സമയം വരെ അപ്പോൾ ഒരു 400 രൂപ ശമ്പളം മുതൽ നല്ലൊരു സാലറി ഒക്കെ കിട്ടിയ, ഇപ്പോൾ UK ജോലി ചെയ്യുമ്പോൾ അറിയാമല്ലോ, ബേസിക്കലി നമുക്ക് അപ്പോൾ
അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു സംരംഭമൊക്കെ തുടങ്ങി ആദ്യം ഒരു 40 പേരായിട്ട് തുടങ്ങി, ഇപ്പൊ 1000-ഓളം പേരുണ്ട്. അപ്പൊ ഇത്രയും പേർക്ക് ഒത്തിരി അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടിയെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു പ്രൗഡ് ഭയങ്കരമാണ്. നമുക്ക് സന്തോഷം, നമുക്ക് കുറെ ആൾക്കാരുടെ ഒരു ലൈഫിൽ. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ ഒത്തിരി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ അവിടെ ഉണ്ട്. ഒട്ടും അറിയാത്ത ഫ്രഷറെ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തൊരു സന്തോഷം ഉണ്ടല്ലോ. എനിക്കൊരാളെ ട്രെയിൻ ചെയ്ത് ഇപ്പോൾ ഈ ഒരു നിർവ്വാണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പൊറോട്ട മേക്കറിനെ മാവ് മൈദയ്ക്കകത്ത് മുട്ടയും പഞ്ചസാരയും പാലും ഒക്കെ ഒഴിച്ച് നല്ലപോലെ പിടിപ്പിച്ച് കറക്റ്റ് വീശി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളെ സ്കിൽഡ് ലേബർ ആക്കി എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി പേർക്കൊരു ജോലി കൊടുക്കാൻ പറ്റുമല്ലോ. ഒത്തിരി പേരുടെ ലൈഫ് മാറ്റി. ഏറ്റവും റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ കൊച്ചിയിലൊരു ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു TV ഷോ കേരളത്തിൽ ഒരു പാചക ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് കിച്ചണിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ലേഡി, അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഇങ്ങനെ ഡ്യൂട്ടി വരുന്നതാണ്. അപ്പോൾ ആ ചേച്ചി സതിയമ്മ എന്നാണ് അവരുടെ പേര്. അപ്പോൾ കുറച്ച് പ്രായമുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് ഗാർലിക്കും ഇതൊക്കെ ചോപ്പ് ചെയ്യാനൊക്കെ വരികയാണ്. അപ്പോൾ കുറേ ഷോയെ കഴിഞ്ഞപ്പോൾ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടായി. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പറയും, സാറേ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയാം, പക്ഷേ ഇവിടെ ജോലി വല്ലപ്പോഴും വരുമ്പോഴാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഡെയിലി ജോലിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഹോട്ടലിൽ ജോലി ചെയ്യണോ? അപ്പോൾ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു ലേ മെറിഡിയൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അതിൻ്റെ മുന്നേ കൂടെ എല്ലാ ദിവസവും നടന്നു പോകുമ്പോൾ ഒന്ന് കയറണം എന്ന് പറയും. അപ്പോൾ 60 വയസ്സ്, എനിക്ക് പ്രായം കൃത്യമായിട്ട് അറിയത്തില്ല, അത്യാവശ്യം ഇതൊക്കെ ഉള്ളതാണ്. ഞാൻ അവരെ കൊണ്ടുപോയി ആദ്യം സ്റ്റോർ കീപ്പറായിട്ട് കൊണ്ടുപോയി, ഓണിയനും ഗാർലിക്കും ഒക്കെ ആയി. ഇപ്പോൾ അവർ അവിടുത്തെ മെയിൻ ലേ മെറിഡിയനിലെ 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു ഷെഫായിട്ട് മാറി. ഇവിടെ തന്നെ അപ്പം എനിക്ക് തോന്നിയത് നമ്മളൊരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെ ഒരാളെ എംപവർ ചെയ്യാൻ പറ്റും. അത് നമുക്കൊരാളെ ഇപ്പോൾ ചേട്ടൻ്റെ ഒരു കരിയർ അല്ല, ഇത്രയും വർഷം കൗമുദിയിലൊക്കെ ആയിട്ട് 25+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ നമ്മൾ ലേൺ ചെയ്ത കുറേ ആരുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഒരാൾ ഇപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഇത് അനുഗ്രഹമായതോടെ ഇന്ന് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ദിവസത്തിൽ വരികയാണ്. അപ്പോൾ ഇവിടെ പുതിയൊരു എഡിറ്റർ വരികയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ക്യാമറ വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു റിപ്പോർട്ടർ വരികയാണ്. അപ്പോൾ അവരെ മെൻറ്റർ ചെയ്യാനോ, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ ഒരു സ്കിൽ സെറ്റ് കണ്ടാൽ ഇവന് കൊള്ളാലോ, ഇവൻ അറ്റ്ലീസ്റ്റ് ഷൂട്ട് ചെയ്യാനറിയാം, ഇവൻ പ്രൊഫഷണൽ ഗ്രാഫറാണ്, ഓക്കെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാളുടെ ഒരു പുതിയ കരിയറിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. അതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള കാര്യം സാധാരണ ഇപ്പം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഹോട്ടലിലെ പണി എന്നൊക്കെ പറഞ്ഞാൽ മോശം പണി എന്ന് കരുതുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൽ ഇപ്പോഴും ഈ അടുത്ത സമയത്തൊക്കെയാണ് അതൊരു മാറ്റം മാറി. ഹോട്ടലിലെ ജോലി എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടില്ല. അത് പറഞ്ഞിട്ട് ഇപ്പോൾ നല്ല ശമ്പളം കിട്ടുന്നു, നല്ല പൊസിഷനുണ്ട്, ആള് കൊള്ളാവുന്ന ആളാണെങ്കിൽ വമ്പൻ കക്ഷികൾ വന്ന് റാഞ്ചിക്കൊണ്ടു പോകും. ആ തരത്തിലേക്ക് മാറി. തീർച്ചയായിട്ടും. അതായത് പണ്ട് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഈ ഷെഫ് എന്ന് പറഞ്ഞൊരു പേര് പോലും കേട്ടുകേൾവിയില്ല. ഓക്കെ, അപ്പൊ ഒരു പാചകക്കാരൻ, കുശിനിക്കാരൻ, പണ്ടാരി, അപ്പൊ വെപ്പുകാരൻ എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പൊ ഒരു കല്യാണത്തിന് സദ്യ ഉണ്ടാക്കുന്ന ദിവസം വേണമെങ്കിൽ ഈ ചെക്കനും പെണ്ണിനും അന്നത്തെ ദിവസം ഉണ്ടാക്കുന്ന അവിടെ ഒരു, പിന്നെ അയാളെ വഴി വെച്ച് കണ്ടാൽ പോലും നോക്കില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ ചായടിക്കാരൻ, പൊറോട്ടക്കാരൻ, ഹോട്ടൽ പണിക്കാരൻ, ഒരു നിര, അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു പ്രാധാന്യമില്ലാത്ത ഒരു തൊഴിൽ മേഖലയായിട്ട് ഈ ഹോട്ടൽ ഭക്ഷണം ഉണ്ടാക്കുന്നവരെയും അത് വിളമ്പുന്നവരെയും ആയിട്ട് കണ്ടിരുന്ന ഒരു കാര്യം. എല്ലാവരും ഹോട്ടലിൽ നിന്ന് കഴിക്കുകയും വേണം, അപ്പോൾ എല്ലാവർക്കും കഴിക്കാം. പക്ഷേ ഇതിന് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ, ഞാൻ വളരെ കൗതുകമായിട്ടൊരു കാര്യം, ചേട്ടൻ ഇങ്ങനെ പല ഇൻ്റർവ്യൂവിലൊക്കെ പല സബ് കഥകൾ പറയില്ലേ, അതേപോലെ ഞാനിങ്ങനെ കൊല്ലത്ത് ജോലി ചെയ്യുമ്പം ഒരു ഗുജറാത്തിൽ നിന്നൊരു പാർട്ടിയുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആണ്. അപ്പോൾ അവർക്ക് വെജിറ്റേറിയൻ ഫുഡും ഉണ്ട്, നമ്മുടെ ഫുഡും ഉണ്ട്. അപ്പോൾ അവരുടെ ട്രഡീഷണൽ ഫുഡ് വേണ്ടിയിട്ട് അവിടുന്ന് 2 ആൾക്കാരെ വിളിച്ചു. അപ്പോൾ അവിടുത്തെ ഷെഫ്മാരുണ്ട്, അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരെ ഇപ്പോൾ 1-2 പേര് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ഗുജറാത്ത് ഭാഷയിൽ മെനു ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ മഹാരാജ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഷെഫുമാരെ മഹാരാജ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് അത്രയ്ക്ക് റെസ്പെക്റ്റ് ആണ്. ട്രഡീഷണലി മഹാരാജ, ഞാൻ വിചാരിച്ചു അവിടെ പേരുമാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ മഹാരാജ നമ്മളൊരാളെ വിളിക്കേണ്ട കാര്യമില്ല. മഹാരാജ എന്ന് വിളിക്കുന്നത് പാചകക്കാരെയാണ്. അപ്പോൾ അവിടെ ആ ഒരു കൾച്ചറിൽ അവർക്ക് ഭയങ്കര ഹ്യൂജ് റെസ്പെക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസ്പെക്റ്റ് ഏറ്റവും അറ്റ്മോസ്റ്റ് മനസ്സിലായത് ഞാൻ യൂറോപ്പിൽ പോയപ്പോഴാണ്. നമ്മളൊരു ഫുഡ് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചു, അപ്പോൾ അവരുടെ ഒരു ടേബിൾ മാനേഴ്സ് ആയാലും അവരുടെ ഒരു എത്തിക്സ് ആയാലും, റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ നല്ല ഫുഡാണെങ്കിൽ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ കുഡ് യു പ്ലീസ് കോൾ ദ ഷെഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. അപ്പം നമുക്കിതൊക്കെ അത്ഭുതമാണ്. നമ്മളെയൊന്നും ഇവിടെ ഒരിക്കൽ പോലും അതിന് മുമ്പൊക്കെ എത്രയോ ആരാണ് ഉണ്ടാക്കിയത്, അങ്ങനെ ഒരു അപ്രിസിയേഷൻ ഇല്ല. ഫുഡ് നല്ലത് കിട്ടുക എന്നുള്ളത് ഒരു ഔദാര്യമല്ല, അത് അവരുടെ അവകാശത്തിൻ്റെ അപ്പുറം എന്ന നില. ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ പേ ചെയ്ത് പോയാൽ എനിക്ക് ഇത്ര ഫ്രഷ് മീൻ അല്ലെങ്കിൽ ഇത്രയും നല്ല ക്വാളിറ്റി ആണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുക.
അപ്പോൾ അവിടെ ഒരു നല്ല ഫുഡ് കിട്ടി. ഇനിയിപ്പോൾ അവരുടെ ഒരു രീതിയാണ്. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരൊരിക്കലും അതൊന്ന് പേഴ്സണലി ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കി പറയാതിരിക്കുക എന്നുള്ളത് ഒരു മാന്യത എന്നാണ് പറയുക. അതിപ്പോൾ ഞാനിതിനകത്ത് യൂറോപ്യൻസിൻ്റെ ഒരു കൾച്ചർ വേറെയാണ്. അതെ, ഇവിടത്തേക്ക് ഒരു പ്രശ്നം ഇപ്പോൾ നമ്മളിപ്പോൾ വീടുകളിൽ തന്നെ ആയാലും ഏറ്റവും ബേസിക്കലി ഇപ്പോൾ ഒരാളും അറിഞ്ഞുകൊണ്ട് മോശം ഭക്ഷണം ഉണ്ടാക്കില്ല. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ഉപ്പ് കൂടി പോവുക, കരിയുക, അല്ലെങ്കിൽ വേറെ വീഴുക, അപ്പോൾ വീട്ടിൽ ഒരു മുടി വീഴുക, ഇതൊക്കെ ഹ്യൂമൻ എററാണ്. അപ്പോൾ ഇത് ഒരു ഒറ്റ സെൻസിൽ പോലും പണ്ടത്തെ കാലത്തൊക്കെ ഒരു മുടി കണ്ടാൽ ഒറ്റ എയറിന് ഫുഡ് എടുത്തുക. ഉപ്പ് കൂടിയ അതിന് മുമ്പ് നിങ്ങൾക്ക് 365 ദിവസവും നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്ന ഭാര്യയായാലും അമ്മയായാലും അവരെയൊക്കെ തെറി പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു അപ്പോൾ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞത് ഒരു രുചിയില്ലാത്ത കുറേ സാധനങ്ങളെ ഒരുമിച്ച് അവസാനം ഫൈനൽ പ്രോഡക്റ്റ്. ഇപ്പോൾ ഉലുവ എടുത്ത് സ്വന്തമായിട്ട് ചവച്ചാൽ നമുക്ക് ചവർപ്പാണ്. ജീരകം നമുക്ക് അങ്ങനെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല. മുളക് ഒരു കയ്പൊക്കെ ഉള്ള രുചിയാണ്. ഈ മുളകും ഉലുവയും മഞ്ഞളും എല്ലാം കൂടെ ചേർത്ത് പുളിയും ചേർത്ത് വെറും പുളിയുള്ള കുടംപുളിയും വാളംപുളിയൊക്കെ ചേർത്ത് ഒരു അയലക്കകത്ത് ഇടുമ്പോഴാണ് ഒരു രുചിയായിട്ട്. അയല പുഴുങ്ങി തിന്ന രുചിയില്ലല്ലോ. അപ്പോൾ ഈ പല രുചിയില്ലാത്ത സാധനങ്ങളെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി ഉണ്ടാക്കി വരുമ്പം അതിനകത്ത് പല മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നവർ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന നിലയിൽ എപ്പോഴും അവരുടെ ഒരു വലിയൊരു ക്വാളിറ്റിയായിട്ട് എനിക്കുണ്ട് അപ്രിസിയേഷൻ. അതുപോലെ ആരെയായാലും ഇപ്പോൾ വീട്ടിലൊരു ഒരു ഒരു ഭക്ഷണം ഒരു ചായ നല്ലതിട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ആളുടെ മുഖത്തുണ്ടാകുന്ന ഹാപ്പിയാണ്. അത് നമ്മളത് ഭാര്യയായാലോ അപ്പോൾ അത് ഒരു അപ്രിസിയേഷൻ കൊടുത്താൽ അത് നെക്സ്റ്റ് ടൈം അതിലും ബെറ്റർ ആയിട്ടാണ് അവർ ഉണ്ടാക്കി വരിക. അപ്പോൾ സ്ഥിരമായിട്ട് നല്ലത് കിട്ടിയാൽ നല്ലതാണെങ്കിൽ മിണ്ടില്ല ചിലർ, അഭിപ്രായം പറയില്ല. പക്ഷെ മോശമല്ല അപ്പം പറയുന്നവരുണ്ട്, അപ്പം പറയാം. അപ്പോൾ അത് രണ്ടും ഭയങ്കര. അപ്പോൾ എനിക്ക് ഇത് ഞാനൊരു മേഖലയിൽ നിന്നുകൊണ്ട് പലയിടത്ത് പോയതുകൊണ്ടും എല്ലായിടത്തും ഞാൻ പറയുന്നതാണ്, ഇതൊരു ഹ്യൂമൻ സാധനം, ഒരു രുചിയില്ലാത്ത പലതരം മൾട്ടിപ്പിൾ ഇൻഗ്രീഡിയൻസിനെ ഒരുമിച്ചൊരു ലാബ്, ഒരു കെമിസ്ട്രിയിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ കണക്കാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടായി വരിക. ഓക്കെ, അവർ എക്സ്പെർട്ട് ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന മീൻകറി ഡെയിലി ഇപ്പോൾ ചന്തയിൽ പോയിട്ട് ഒരു 100 രൂപയുടെ മത്തിയോ അയലയോ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർക്ക് ആ റെസിപ്പി കൃത്യമായിട്ട് ബൈ ഹാർട്ടായിട്ട് ബ്രെയിനിലുണ്ട്. മുളകും മല്ലി ഇത്ര അരച്ച് കറി വെച്ച് ആ ഒരു രുചി ഉണ്ടാവുന്നല്ല. അല്ലാതെ ഒരു പുതിയ സാധനം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയാലൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഇതിനകത്ത് വരും. അപ്പോൾ ഇതിനകത്ത് കംപ്ലൈൻറ്റ് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ഒന്നുകിൽ അത് ആ ഉണ്ടാക്കിയ ആളുടെ മുഖത്ത് നോക്കി പറയരുത് എന്നുള്ളൊരു മാന്യത ഉണ്ടെന്നാണ് പറയുക. പക്ഷേ ഇതൊന്ന് ചിലരൊക്കെ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ചിലർ വളരെ കർക്കശമായിട്ട് അതിൻ്റെ രുചിയെക്കുറിച്ച് നമുക്ക് ഫുഡ് ക്രിട്ടിക് ആവാം. ഫുഡ് ക്രിട്ടിക്സ് ഇപ്പോൾ സിനിമയെക്കുറിച്ചൊക്കെ നമുക്ക് റിവ്യൂ ഒക്കെ പറയുന്ന പോലെ ഈ ഫുഡ് ഉണ്ടാക്കിയവരുടെ മുഖത്ത് ആ സ്പോട്ടിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇതൊട്ടും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവുന്നത് ഭയങ്കര ഒരു വലിയ വേദനയാണ്. കാരണം അവരൊരിക്കലും മോശം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഒരിക്കലും ആഹാരം മിസ്റ്റേക്ക് എന്തെങ്കിലും സംഭവിക്കും. ആഹാരം ഈ ഒരു ഷെഫ് പ്രൊഫഷനായിട്ട് വന്നാൽ ഷെഫല്ല, ഇപ്പം അമ്മ ആയിക്കോട്ടെ വീട്ടിൽ, ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും നമ്മുടെയൊക്കെ ബെസ്റ്റ് ഷെഫായിട്ട് നമ്മൾ കാണുന്ന അമ്മയാണ്. ബിക്കോസ് അവർ ഈ ഹോട്ടലിലെ ലക്ഷറിയുടെ കണക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻ്റ് ആയിട്ടല്ല, അവർ ആ സ്നേഹം ചാലിച്ചുണ്ടാക്കി തരുന്നതുകൊണ്ടാണ് എൻ്റെ ഭർത്താവിന് ഇതിങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ മോന് ഇത് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞ് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചായാലും വീട്ടിലെ ചുറ്റുപാടിൽ പണ്ടത്തെ ഇപ്പോൾ ഒരു ലക്ഷറി ടൈപ്പ് അല്ല, സാധാരണ വീടുകളിൽ എല്ലാം ഒന്നും ഉണ്ടാവില്ല. ഇച്ചിരി എണ്ണയാണെങ്കിൽ പോലും അത് വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കിയാലും നമുക്ക് രുചി തോന്നുന്നത് അത് സ്നേഹത്തോടെ സെർവ് ചെയ്യുന്നതുകൊണ്ടാണ്. സ്നേഹത്തോടു കൂടി നമ്മൾ സെർവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ മുനയെ വന്ന് കഴിക്കുക ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് തരുന്ന, ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനോട് സ്നേഹം കൂടുകയും ആ ഭക്ഷണം നമ്മുടെ ഹൃദയത്തിൽ എത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ ഭക്ഷണം അറിഞ്ഞുകൊണ്ട് ഒരാളും മോശം ഉണ്ടാക്കില്ല. ഇതിനിടയിൽ സംഭവിക്കാവുന്ന പല കാര്യങ്ങളും വെച്ചിട്ടാണ് വരിക. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് എത്ര ബ്രാഞ്ച് ഉണ്ടോ? ഫ്രാഞ്ചൈസി 18 ഉണ്ട്. ഓൾ ഓവർ കേരള, ഓൾ ഓവർ വേൾഡ് അല്ലേ? അതെ. ഇനിയിപ്പോൾ നമ്മുടെ പുതിയ കുറേ പ്രൊജക്റ്റുകൾ ഇനിയിപ്പോൾ മുംബൈയും ഡൽഹിയും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളും മിഡിൽ ഈസ്റ്റിലും ആയിട്ട്, ഇപ്പോൾ കുവൈറ്റിൽ അടുത്ത മാസം നമ്മൾ. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഭക്ഷ്യ വ്യവസായം നടത്തുന്ന ഒരു മുതലാളിയാണ് എൻ്റെ മുന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങേ കണ്ടിട്ടുള്ളത് യു ആർ എ വെരി സിമ്പിൾ പേഴ്സൺ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്. സാധാരണ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കും, നമ്മൾ സംസാരിക്കും മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ 2-3 വർഷം മുമ്പാണ് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഒരു കാറിൽ പുറപ്പെടുന്നുണ്ട്. ബെൻസാണ്, 2 പേർക്ക് എൻ്റെ കൂടെ സഞ്ചരിക്കാം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നു. എന്നിട്ട് ഒരു പരിചയമില്ലാത്ത 2 ആളുകളെയും കൂട്ടി അങ്ങ് ഇങ്ങോട്ട് പോരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ഭയങ്കര ഞാനതിപ്പോൾ ഇങ്ങനെ വന്ന് ബാംഗ്ലൂരിൽ നമ്മുടെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ബെൻസ് കാറ് വാങ്ങിച്ചൊരു സമയം, ആദ്യമായിട്ടാണ് ഒരു കാറ് വാങ്ങുന്നത് ലൈഫിൽ. എനിക്ക് ഡ്രൈവിംഗ് അങ്ങനെ താല്പര്യമോ ഒരു സൈക്കിൾ പോലും എൻ്റെ ജീവിതത്തിൽ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തുടങ്ങിയ സമയത്ത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അത് ഓക്കെ, ബെൻസ് എസ് ക്ലാസ് മെർസിഡസ് ഒക്കെ വാങ്ങിച്ചു. ഒത്തിരി പേര് നമ്മളെ സാധാരണ ഒരു കാറൊക്കെ വാങ്ങിച്ചാൽ പൊതുവെ മലയാളികൾ
അത്രയ്ക്ക് ഇഷ്ടമല്ലാതെ പറയും. പക്ഷെ അത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് കൊണ്ടും ഇതൊക്കെയാണ്ട് ഒത്തിരി പേര് അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു എന്തൊക്കെയോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ബാംഗ്ലൂരോട്ട് പോയത്, ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് ശേഷം. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് വരികയോ ഇത്രയും വലിയൊരു കാറിൽ ഒറ്റയ്ക്ക് ഒരാളിരുന്ന് പോകുന്നു. അപ്പോൾ ഞാനും ഡ്രൈവർ മാത്രം, ബാക്കിലൊന്നുമില്ല. ഇത്രയും കിലോമീറ്ററുകൾ ഓടിപ്പോകണം. അന്നേരം അത്യാവശ്യമായിട്ട് എനിക്ക് വേറെ എവിടേക്കോ പോകണം, അങ്ങനെ പോയതാണ്. അപ്പോൾ തിരിച്ചും 2 ദിവസം കഴിഞ്ഞ് വരണം. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങാൻ നേരത്ത് വൈകുന്നേരം 5 മണിക്കാണ് വേണ്ടത്. അപ്പോൾ 1 മണിയായപ്പോൾ ഞാൻ തോന്നി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, എത്രയോ പേര് ബാംഗ്ലൂരിൽ നിന്ന് എല്ലാ ദിവസവും വണ്ടി കിട്ടാണ്ടോ, എമർജൻസിക്കാരൊക്കെ ഉണ്ടാവല്ലോ, ആരെങ്കിലും എമർജൻസി കൊണ്ട് വർത്താനം പറഞ്ഞ് 2 പേരെ കൂടെ കൊണ്ടുപോകും. എന്തായാലും ഈ കാറിനകത്ത് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഫേസ്ബുക്കിൽ ചുമ്മാ ഞാനിങ്ങനെ 5 മണിക്ക് പോകും, താല്പര്യമുള്ള ആരെങ്കിലും ആദ്യം വരുന്ന 2 പേര് ആരാണോ കമന്റ് ഇടുന്നത് അവരെ ആയിരിക്കും കൊണ്ടുപോകുന്നത് പറഞ്ഞു. അത് നോക്കുമ്പോൾ ട്രെയിൻ വിളിക്കേണ്ട. അതെ അതെ, അങ്ങനെ വന്നു. ഏറ്റവും ആദ്യം വന്നവരെ 2 പേരുടെ നമ്പർ ഞാൻ അങ്ങോട്ട് മെസ്സഞ്ചറിൽ, ഞാൻ നമ്പർ എഴുതില്ല, മെസ്സഞ്ചറിൽ വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് എനിക്ക് ഇങ്ങനെ ചെയ്യരുത്, അവർ ചിലപ്പോൾ ഡ്രഗ്സ് കൊണ്ടുവരാം, അങ്ങനെ പലതും. അല്ല, അതൊരു പോസിബിലിറ്റി ആണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നത് ഒരു 1 ഓഫ് ടൈം ഓക്കെ കൊണ്ടുവന്നാൽ ഇത് ഞാൻ അന്നേരം അതൊന്നും ആലോചിച്ചില്ല. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ്, നമ്മുടെ കൂടെ ആരെങ്കിലും വരുവാണെങ്കിൽ വന്നോട്ടാന്നുള്ളൊരു സന്തോഷം കൊണ്ട് വന്നു. ഒരു കമ്പനിയായി അവർക്ക് ഭയങ്കര എക്സ്ട്രാ. അവരിപ്പോഴും ഭയങ്കര, ഒരാളത് ലണ്ടനിലാണ്, ഒരാൾ ബാംഗ്ലൂരോ വേറെ എവിടെയാണ്. അപ്പോൾ അവര് ഒരാൾക്ക് പോകണ്ടായിരുന്നു, ഒരാൾക്ക് അർജന്റായിട്ട് പോകണ്ടായിരുന്നു, അയാൾ ഇതിനു വേണ്ടിയിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പോ അതിൽ ഒരാൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരേണ്ട ഒരാവശ്യമില്ല. അപ്പൊ അയാൾ ആദ്യം കമന്റ് ചെയ്തപ്പോൾ നമ്മൾ പിന്നെ വേറൊരാൾ ഒരു അർജന്റ് പറഞ്ഞിട്ട് ഞാൻ അപ്പം പറഞ്ഞു, ചേട്ടാ എനിക്ക് നിങ്ങളോട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വന്നു. ഏതായാലും അതൊക്കെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ എനിക്കൊരു രഹസ്യം ചോദിക്കാനുണ്ട്. അങ്ങേക്ക് അങ്ങയുടെ സ്ഥാപനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷ്യവസ്തു എന്താണ്? മെനു ഏതാണ്? നമ്മുടെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്ന ഒരു ഷെഫ് പിള്ള എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, മീൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, തേങ്ങാ മാങ്ങ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, സഞ്ചാരി എന്ന് പറഞ്ഞ ഒരു ട്രാവലേഴ്സ് കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ വിശന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നാൽ ഇതായിരിക്കും കഴിക്കുക? അല്ല, അപ്പം ഞാൻ പറയുകയാണ്, അപ്പോൾ അവിടെ എല്ലാം പൊതുവായിട്ടുള്ള കുറേ ഭക്ഷണമുണ്ട്. ഞാൻ പൊതുവേ എനിക്കിഷ്ടം നമ്മുടെ നാടൻ കേരള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഹാപ്പിനെസ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ അവിടെ ഞാൻ ഇപ്പോഴും പല രീതിയിലുണ്ടെങ്കിലും നമ്മുടെ അപ്പം കപ്പി കാച്ചി മാവുണ്ടാക്കി ഇരുമ്പി ചട്ടിയിൽ തന്നെ ചുട്ടെടുക്കുക, അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ പരമ്പരാഗത എവിടെല്ലാം പോസിബിൾ ആണോ, ഇപ്പോൾ എല്ലാം ഓർഗാനിക്കലി എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെവർ പോസിബിൾ ബീയിങ് ഒറിജിനൽ ആവാനാണ് ഞാൻ എല്ലായിടത്തും പറയുക. നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആവാൻ പറ്റില്ല, എവിടെയൊക്കെ പെർഫെക്റ്റ് ആവോ അവിടെ എല്ലാം പെർഫെക്റ്റ് ആകാൻ പറ്റും. അപ്പോൾ ഒരു പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും നാടൻ കോഴിമുട്ട തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ കിട്ടിയാൽ അത് യൂസ് ചെയ്യുക അന്നത്തെ. അപ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മെനുവിൽ പറഞ്ഞിട്ട് ഓർഗാനിക്, ഇപ്പം UK ആണെങ്കിൽ അത് എവറി ഡേ നമുക്ക് ബൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എല്ലാ പ്രൊഡക്റ്റും. ഇപ്പോൾ ഓർഗാനിക്കലി കോൺഫെഡ്, ഫ്രീ റേഞ്ച് ഹെൻസ് ഭയങ്കര വിലയാണ്, അല്ലെങ്കിൽ കോൺഫെഡ് ചിക്കൻ, കോണ് മാത്രം തീറ്റിച്ച കോഴി, അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് ഉണ്ട്, അത് അവൈലബിലിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് അതേപോലെ ഇതുള്ളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ് കിട്ടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ബെസ്റ്റ് സാധനങ്ങൾ കിട്ടാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ അത് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിലാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് നാടൻ ഭക്ഷണം കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ പൊതുവേ അങ്ങനെയുള്ള അപ്പോ അതിൻ്റെ കൂടെ ഞാൻ രഹസ്യം ചോദിക്കട്ടെ. രഹസ്യം വേറൊരാളുടെ കാര്യം ആയതുകൊണ്ടാണ്. നമ്മുടെ ലാലേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അവിടുത്തെയാണ്. അദ്ദേഹം എന്താണ് പ്രിഫർ ചെയ്യുക? ലാലേട്ടൻ ഒരു ഭയങ്കരമായ നല്ലൊരു എന്താ പറയുക, അതിനൊരു നമ്മൾ ഫുഡി എന്ന് പറയാറുണ്ട്, നല്ല ഭക്ഷണ പ്രേമി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പലതരം പേരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെനിക്കൊരു പേരില്ല പറയാൻ. ലാലേട്ടൻ ഹീസ് ആൻ അമേസിങ് ഒരു ഭക്ഷണം ആസ്വദിക്കുകയും സെയിം ടൈം മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കാൻ ആഗ്രഹിക്കുകയും സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് വാചാലമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ നമ്മളൊരു സിനിമാ താരം എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തോട്ട് എപ്പോഴൊക്കെ ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയങ്ങൾ കിട്ടിയിട്ടുണ്ടോ, ഫുഡായിരിക്കുമല്ലോ ഒബ്വിയസ്ലി നമ്മുടെ അല്ല നമ്മൾ ഫുഡ്. ഞാൻ സിനിമയെക്കുറിച്ചൊക്കെ പറയുന്നത് ചേട്ടൻ എപ്പോഴും ഫുഡും പുള്ളിയുടെ വീട്ടിലെ ഇരിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ 2 days ബാക്ക് നമ്മളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അവിടുത്തെ ഇൻഗ്രീഡിയൻസും അവിടെ വാങ്ങിച്ചു വയ്ക്കുന്ന സാധനങ്ങളും ഉപകരണങ്ങളും, ഒരു മ്യൂസിയത്തിലൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് ആർട്ടിനോടൊക്കെ ഭയങ്കര ഇതുണ്ടല്ലോ, എവിടെയെങ്കിലുമൊക്കെ നല്ല ചിത്രങ്ങളൊക്കെ കണ്ടാൽ എന്ത് വില കൊടുത്തും വാങ്ങിച്ചു കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെയാണ് എന്തെങ്കിലും പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് അതൊക്കെ വാങ്ങി വയ്ക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പീസ്ഫുള്ളി കഴിച്ച് ആസ്വദിച്ച്, അതിപ്പോൾ ഇഷ്ടമല്ലാത്ത ഭക്ഷണമായാലും ഒരു ഗസ്റ്റായിട്ട് വന്നാൽ പുള്ളി കഴിക്കും. അതൊരു വേറൊരു തരം ക്വാളിറ്റിയാണ്. ആളുകൾ ആ റെസ്പെക്റ്റിൻ്റെ പേരിലാണ്. ചിലപ്പോൾ താല്പര്യമില്ലെങ്കിൽ
അതാ. അപ്പോൾ ചിലർ മുഖത്ത് നോക്കി പറയുമോ സോറി എനിക്ക് കഴിക്കാൻ പറ്റില്ല, അത് നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്ക് പറ്റാത്തത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ. പക്ഷേ ചേട്ടനൊക്കെ അങ്ങനെയല്ല, ഒരു സദസ്സാണെങ്കിൽ പോലും അത് കൊടുത്താൽ എങ്ങനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ആ ഒരു കഴിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ, വിളമ്പുന്നവരെയും ഉണ്ടാക്കുന്നവരെയൊക്കെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് എഫർട്ടും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഒരു വേറെ ലെവലിലാണ്. നമ്മൾ ഈ വൈക്കത്തപ്പനെ കുറിച്ച് പറയും. വൈക്കത്തപ്പൻ്റെ ഇഷ്ടപ്പെട്ട വഴിപാട് അന്നദാനം. അതെ, അത് അന്നദാനം നടത്തുന്നതും അത് കഴിക്കുന്നതും ഭഗവാൻ ഒരുപോലെ ഇഷ്ടമാണ്. അതെ, ഏതാണ്ട് അതേപോലെയാണ് മോഹൻലാൽ. അതെ അതെ, അദ്ദേഹത്തിന് മറ്റുള്ളവരെ കഴിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്വാളിറ്റി. അത് ഏറ്റവും ഞാൻ ഈ അടുത്ത സമയത്ത് ഖത്തറിലൊരു പരിപാടി, വേൾഡ് കപ്പ് സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇങ്ങനെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫുഡ് ബിരിയാണിയാണ്. അപ്പോൾ അറിയാലോ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അജു ചേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ അന്ന് മാധവൻ സാർ വരുന്നുണ്ട്. വേൾഡ് കപ്പ് ഫൈനലാണ് ഖത്തറിലാണ്. അന്ന് ഫുഡുമായിട്ട് നമ്മൾ പോയി. അപ്പോൾ എപ്പോഴും ഒരു 10-15 പുള്ളി എവിടെ ഉണ്ടോ അവിടെ ഒരു 15 പേര് 20 പേര് ഉണ്ടാവുമല്ലോ. അതായത് ആൾക്കാർ അദ്ദേഹം എപ്പോഴും ഒരു ആ ഗ്യാങ്ങിൻ്റെ ഇടയിലല്ല, എപ്പോഴും ആ സുഹൃത്തുക്കളുടെ ഇടയിലായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രൈവസി എവിടെയാണ് കിട്ടുന്ന പോലും നമുക്കറിയില്ല. എവിടെ പോയാലും ഒരു 15 ആളുടെ ഇടയിലില്ലാണ്ട്. ഞാൻ അങ്ങനെ വേറൊരാളെ കണ്ടിട്ടുണ്ട്, നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ബാത്റൂമിൽ കയറിയാലും കൂടെ ഇതേപോലെയാണ്. ഇപ്പൊ എപ്പോഴും ആളുകളുടെ ഇടയിൽ. അപ്പൊ അന്ന് ഫുഡൊക്കെ സെർവ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ബാച്ച് ഓഫ് പീപ്പിൾ കഴിക്കുന്നു. അപ്പോൾ പിന്നീട് 1-2 ഗസ്റ്റ് വരാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ചേട്ടൻ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ പുള്ളിയുടെ കൂടെ എല്ലാവരും പോരും, അവിടെ നിന്ന് സംസാരിക്കണം. അപ്പോൾ നോക്കുമ്പോൾ തിരിച്ചു നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ബിരിയാണി ഇങ്ങനെ തുറന്നിരിക്കുന്നു, കുറച്ച് 1-2 റൈസ് അവിടെ ലെഫ്റ്റ് ഓവർ ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റാഫ് ഉണ്ട്, അവിടെ അത് ക്ലിയർ ചെയ്യാനുള്ള മെയ്ഡുണ്ട്. അങ്ങനെ ഒരു വീട്ടിലാണ്. അപ്പോൾ ചേട്ടൻ കഴിച്ചിറങ്ങി നിന്നപ്പോൾ നടന്നു വന്നാൽ എല്ലാവരും വർത്താനം പറയുമല്ലോ. അപ്പോൾ കുറച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളി പെട്ടെന്ന് ഈ ടേബിൾ കണ്ടിട്ട് നോക്കി തന്നെ വന്നിട്ട് അവരിരിക്കണം. പുള്ളി അവിടുത്തെ ഗസ്റ്റാണേ. അപ്പോൾ നമ്മളിവിടെ ഉണ്ട്. പുള്ളി വന്ന് ആ ബിരിയാണി എടുത്ത് ക്ലോസ് ചെയ്തിട്ട് ഇതെല്ലാം. അപ്പോൾ അദ്ദേഹം വന്നപ്പോഴത്തേക്ക് എല്ലാവരും തിരിച്ചു ഓടി വന്നു, അവിടുത്തെ സ്റ്റാഫും എല്ലാവരും വന്നു. പക്ഷേ പുള്ളി പറഞ്ഞു ഇനി 2 പേര് വരാനുണ്ട്, ഇത് തുറന്നിരുന്നാൽ ചൂടായി പോകും, ചൂടാറിപ്പോവും. അതെടുത്ത് അടച്ചു വെക്കുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, കാര്യങ്ങൾ. അത് ആരെയും കാണിക്കാനൊന്നുമില്ല, വെരി നാച്ചുറലി സംഭവിച്ചൊരു കാര്യം. അപ്പോൾ ഇത് ആ ഭക്ഷണം എന്ന് പറഞ്ഞതിനോടുള്ള ഒരു ഭയങ്കര ബഹുമാനമാണ്. ഭക്ഷണത്തോട് ബഹുമാനം, അത് നമ്മുടെ ഒരു പാരമ്പര്യം അങ്ങനെയാണ്. പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. അതെ, അത് 2 വറ്റെടുത്ത് മാറ്റി വയ്ക്കുക, അങ്ങനെയൊക്കെ. തീർച്ചയായിട്ടും പല രീതിയിൽ, അത് പല കമ്മ്യൂണിറ്റിയിൽ പല രീതിയിലായിട്ടുണ്ട്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു 3 ദിവസം മുമ്പ് ഊർമിള ഉണ്ണിയുടെ വീട്ടിൽ പോയി. അപ്പോൾ അവരെനിക്ക് ഒരു വലിയൊരു ലഞ്ച് ക്രിയേറ്റ് ചെയ്ത് ഒരു 4 days ബാക്കാണ് ഇവിടെ ഫ്ലാറ്റിൽ, ഇവിടെ തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ആ വീഡിയോ ഭയങ്കര വൈറലായി. അപ്പോൾ എനിക്ക് മാമ്പഴ പുളിശ്ശേരി ഒരു പ്രത്യേകതരം, ഞാനൊരു ഷോയിലും ചെയ്തതാണ്. ചന്ദ്രക്കാരൻ മാമ്പഴത്തിൻ്റെ അവരുടെ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ ഒരു മാമ്പഴ പുളിശ്ശേരി, ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, ഒരു ഉള്ളി സാമ്പാർ, പിന്നെ അവരുടെ മാത്രം പ്രത്യേകതയുള്ളൊരു ഉലുവ ചമ്മന്തി, പിന്നെ ഒരു തിള വന്ന രസം പോലും. രസത്തിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പുളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. അതാണ് ഏറ്റവും ടേസ്റ്റ്. പച്ചപ്പുളിയുടെ അതാണ്. ഇപ്പം നമ്മളൊക്കെ ചിലരങ്ങ് തിളപ്പിച്ച് കളയും. അപ്പോൾ രസം തിളപ്പിച്ചിട്ട് പുളി ചേർത്ത് കഴിഞ്ഞാൽ ആ പുളി പിന്നെ തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു പച്ചപ്പുളിയുടെ രസവും ആ ചൂട് രസമാണ് ചേരുമ്പോഴാണ് ഒറിജിനൽ രസം. ശരിക്കും രസത്തിന്റെ രസം വരിക. അപ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കഴിക്കുന്നതിന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു മന്ത്രമുണ്ട്, ആ ഒരു ശ്ലോകം. അത് എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനത് എഴുതി പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഒരു പ്രാർത്ഥന, അന്നം നമുക്ക് തരുന്നതിൻ്റെ ഒരു നന്ദി പ്രകടിപ്പിച്ചിട്ട് കഴിക്കുക എന്നുള്ളത്. അത് ഞാൻ ഏറ്റവും കണ്ടതാരെന്നറിയോ? സുരേഷ് ഗോപി ദ ബെസ്റ്റ് ആഹാരം കഴിക്കുന്നതിൽ ഒരു മുമ്പിൽ എത്ര വിശപ്പുണ്ടല്ലോ. ഞാനൊരു 3-4 തവണ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തൊഴും. നമ്മളൊക്കെ ഒരു പബ്ലിക്ക് പോയി ആരെങ്കിലും കാണിക്കാനും ചെല്ലി നമുക്കുള്ളിലുണ്ടെങ്കിലും വിശപ്പാണെങ്കിൽ കഴിച്ചു പോലും. എന്നിട്ട് കഴിക്കുന്ന ഈവൻ ഒരു കറിവേപ്പില വരെ അത് നക്കി അതിൻ്റെ കൃത്യത ആസ്വദിച്ച് ലാസ്റ്റ് ആ പ്ലേറ്റ് ക്ലീൻ ആയിരിക്കും. നമ്മൾ പുള്ളിക്ക് പുള്ളിക്ക് നല്ലൊരു, ഞാൻ കളിയാക്കി ഒരിക്കൽ ഇതേപോലെ അടുത്ത് പറഞ്ഞാണ്, ഈ സുരേഷ് ഗോപിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. പുള്ളിയുടെ പ്ലേറ്റ് അറിയാണ്ട് നമ്മൾ ആർക്കും തിരിച്ച് സെർവ് ചെയ്ത് പോകുന്നു. അത്രയ്ക്ക് ക്ലീൻ. ഞാൻ തമാശ പക്ഷെ ലിറ്ററലി അദ്ദേഹത്തിൻ്റെ കൊടുക്കുന്ന ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്താൽ അത് പൂർണ്ണമായിട്ടും ആവശ്യമുള്ളത് എടുക്കുന്നു. അത് കൃത്യമായിട്ട് ആ പ്ലേറ്റ് ഈ അതും ഒരു ഫ്രഞ്ച് ടൈമിൽ പറയുന്നുണ്ട് റെസ്റ്റോറൻറ്റ്. നമ്മളൊരു ഏറ്റവും നല്ല ഫുഡാണെന്നതിൻ്റെ തെളിവ് സെർവ് ചെയ്തത് അതുപോലെ തിരിച്ചു വരണം ക്ലീൻ ആയിട്ട്. പ്ലേറ്റ്
ക്ലീൻ പ്ലേറ്റ്, നമ്മൾ നല്ല ബ്യൂട്ടിഫുള്ളി ഗാർണിഷ് ചെയ്തൊരു ഫുഡ് ഭയങ്കര ഷെഫുമാർ പ്രീഷ്യസ്ലി പ്ലേറ്റ് ചെയ്തിട്ട് സർവീസ് എന്ന് പറഞ്ഞ് വെയിറ്റർ കൊണ്ട് നിങ്ങളുടെ പോയി സെർവ് ചെയ്ത ആ പ്ലേറ്റ് തിരിച്ചു വരുമ്പോൾ അതേപോലെ ബ്യൂട്ടി ആയിട്ട് വരണം, ഒന്നുമില്ലാണ്ട്. ഇതൊരു നല്ലൊരു ഈ മിഷ്ലിൻ സ്റ്റാർ ഭയങ്കര ഗാസ്ട്രോണമിക് റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ അത്. പക്ഷേ നമ്മുടെ കണക്ക് പൊറോട്ട ഇറച്ചിയും ബിരിയാണിയും ഒന്നും കഴിക്കാൻ പറ്റില്ല. അത് ഒത്തിരി വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വയറ് നിറച്ച് കഴിക്കുന്ന സിസ്റ്റമാണ്. അവിടെ അതല്ല, അവിടെ 40 ഗ്രാമാണ് ഒരു സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ 40 ഗ്രാമേ ഉണ്ടാവുള്ളൂ. പോർഷൻ കറക്റ്റ് കൺട്രോൾ ചെയ്ത് അതിനകത്ത് ഒരു ഇലയായിരിക്കും, ഒരു പൂവായിരിക്കും, ഒരു ഡോട്ടൊക്കെ വെച്ച് നിങ്ങൾക്ക് അറിയാലോ, ബ്യൂട്ടിഫുൾ പ്ലേറ്റ് ആയിരിക്കും, കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ കഴിക്കാൻ അത് മലയാളിയൊക്കെ എടുത്താൽ പോടേ പുല്ലെന്ന് പറയും. കാരണം അവർക്ക് അതാ പറയാ 1 കിലോ ബിരിയാണി ഒരുമിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഈ പ്ലേറ്റ് തിരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലും അതിൻ്റെ സാധനമൊക്കെ ആയിട്ട് ക്ലീൻ ആയിട്ട് വരില്ല. പക്ഷേ ഈ ഫുഡൊക്കെ കൃത്യമായിട്ട് ആ പ്ലേറ്റ് ചെയ്ത് പോയ ഫുഡ് തിരിച്ച് സർവീസ് ഒരു വലിയ ഒരു 7 കോഴ്സ് ഡിന്നർ മെനു ഒക്കെ നടക്കാറുണ്ട് വലിയ മിക്ക ഷെഫുകളുടെയൊക്കെ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിംഗ് മെനൂസ് ഒക്കെ. അപ്പോൾ അത് ഒരു 7 കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ഫുൾ ഓഫ് ഡിഷേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ കഴിക്കുക, ബ്യൂട്ടിഫുള്ളി ആവുക, പ്ലേറ്റ് ക്ലിയർ ചെയ്യുന്നു, അതൊക്കെ ഒരു ഇംഗ്ലീഷ് കൾച്ചറിലെ അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് അറിയാമല്ലോ, ആ ഒരു ടേബിൾ മാനേഴ്സ്. ഇവിടെ തൂശനിലയിൽ സദ്യ കഴിച്ചിട്ടും വൃത്തിയാക്കി ഇല മടക്കി വെക്കുന്ന ആളുകളുണ്ട്. വളരെ മനോഹരമായിട്ട്. അപ്പോൾ ഈ സദ്യയുടെ കാര്യം തന്നെ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഒരു ചരിത്ര പ്രാധാന്യമായിട്ട് ഇപ്പം ഞാൻ പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ് വീഗൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, വീഗൻ ഫുഡ്. അപ്പോൾ അത് ലോകം മുഴുവൻ ഇങ്ങനെ പ്രചാരമായിക്കൊണ്ടിരിക്കുകയാണ്. ആനിമലിൻ്റെ ഒരു പ്രൊഡക്റ്റും കഴിക്കാൻ. അത് അമേരിക്കയിലാണ് തുടങ്ങിയത്, ആനിമലിൻ്റെ ഒരു പ്രൊഡക്റ്റ്, ഈവൻ തേൻ പോലും, കാരണം അത് തേനീച്ചയെ നോവിച്ചിട്ടാണ് അത് എടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു വീഗൻ പ്രൊഡക്ട്സ്, അപ്പോൾ വീഗൻ ആവുക അതൊരു പ്രാക്ടീസായിട്ട് ഒരാഴ്ച വീഗൻ ആവുന്നവരുണ്ട്, 1 മാസം നിൽക്കുന്നവരുണ്ട്, ലൈഫ് ലോങ് വീഗൻ ആവുന്നവരുണ്ട്. ഓക്കെ, അടുത്ത 2 മാസം ഞാൻ വീഗനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ആൾക്കാർ, പുതിയ യങ്സ്റ്റേഴ്സിലൊക്കെ അത് ഭയങ്കര ഇതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീഗൻ റെസ്റ്റോറൻറ്റ്സ് വന്നു, വീഗൻ മെനു എല്ലായിടത്തും വന്നു. പക്ഷെ ആ ഫുഡൊക്കെ റീക്രിയേറ്റ് ചെയ്തു. കാരണം അത് ഒറിജിനലി ഇത് ഡയറി പ്രൊഡക്ട്സ് ബാക്കിയുള്ള എല്ലാ, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡിൽ നോക്ക്, നിങ്ങൾക്ക് വെണ്ണയോ ബട്ടറോ പനീറോ പാലോ ഇല്ലാത്തൊരു ഫുഡിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഒറിജിനലി ഇതുണ്ട്. അത് അപ്പോൾ അതിൻ്റെ സോൾ എടുത്ത് മാറ്റിയാൽ പിന്നെ അതൊരു റീക്രിയേറ്റഡ് ആണ്. അപ്പോൾ ഒരു ഒറിജിനൽ ഫുഡ് ഇതിനകത്ത് ആർക്കും കിട്ടുന്നില്ല. അവിടെയാണ് നമ്മുടെ സദ്യ പരമ്പരാഗതമായിട്ട് ഇത് വീഗനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ അടപ്രഥമൻ എന്ന് പറഞ്ഞതിനകത്ത് നെയ്യ് മാത്രം ചേർക്കുമ്പോഴാണ്, ആ നെയ്യ് മാറ്റിയാലും പ്രഥമൻ്റെ രുചിക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. 3-4 പച്ചടികൾ എല്ലാത്താണ് തൈര് ചേർക്കുക. അതില്ലാണ്ട് തന്നെ നമ്മളുടെ ഇപ്പോൾ തോരനായിക്കോട്ടെ, എരിശ്ശേരി ആയിക്കോട്ടെ, അവിയലിനകത്ത് തൈരില്ലെങ്കിൽ പുളിക്ക് പകരം പച്ച തക്കാളി ചേർക്കുന്നവരുണ്ട്, വാളംപുളി ചേർക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ പുളി ഇല്ലെങ്കിൽ അവിയലൊക്കെ കഴിക്കാം. കൂട്ടുകറി ആയിക്കോട്ടെ, ഇതിനൊന്നിലും ഒരു അച്ചാറുകളായി, തീയലായി, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കറിയിൽ ഇതൊന്നുമില്ല. സാമ്പാറിനകത്തില്ല, പരിപ്പിനകത്തില്ല. പിന്നുള്ള ഇത് നമ്മളുടെ ഇലയിലെ സദ്യ വളരെ കളർഫുൾ ആയിട്ടുള്ള ഈ സാധനം നൂറ്റാണ്ടുകളായിട്ട് ഒറിജിനലി വീഗനാണ്. അപ്പോൾ ഈ ഒരു കേരളത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഈ ഭക്ഷണ രീതി, ഇപ്പോൾ സദ്യ ഇതൊക്കെ കഴിക്കുന്ന ആ ഒരു സദ്യ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പുതിയ റെസ്റ്റോറൻറ്റിലൊക്കെ, വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ 7 കോഴ്സ് ടേസ്റ്റിംഗ് മെനു, ഫസ്റ്റ് ഒരു അമ്യൂസ് ബുഷ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും, ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ്, തേർഡ് കോഴ്സ്, ഫോർത്ത് കോഴ്സ്, പിന്നെ ഡെസേർട്ട്, ടീ, കോഫി, ഇങ്ങനെയൊക്കെ ഇങ്ങനെ 14 തരം കോഴ്സിൽ ഉള്ള ഡിന്നറുണ്ട്. ഇങ്ങനെയൊക്കെയുണ്ട്. ഇത് നോക്കിയാൽ നമ്മളുടെ ഒരു 7 കോഴ്സ് ടേസ്റ്റിംഗ് മെനു ആണ് ഈ സദ്യ. വാഴയിലയിൽ ആദ്യത്തെ അമ്യൂസ് ബുഷ് ശർക്കര വരട്ടി ഉപ്പേരി കഴിക്കുന്നു. അത് കഴിഞ്ഞ് ഇതെല്ലാം വളരെ കൂട്ടാനുള്ള ഇഞ്ചി, അതിൻ്റെ ഇടയിൽ പായസം കഴിക്കുന്നതിന് മുമ്പുള്ള നാരങ്ങ അച്ചാർ കഴിക്കൽ. അപ്പോൾ അവസാനം കെമിസ്ട്രിയാണ്. അപ്പോൾ ഈ സംഭാരം കഴിച്ച് ഇലയ്ക്കകത്ത് ആ കൈയുടെ വെള്ളയിൽ ഒരു അവസാനത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രസവും കുടിച്ച് ചോറ് കഴിച്ചിട്ട് പച്ചമോര് കൊണ്ടുവന്ന് ഒഴിക്കുമ്പം ഒരിക്കലും അത് കയ്യിൽ ഒഴിച്ചിട്ട് ഒരു കുമ്പള കുടിച്ചിട്ട് ബാക്കി ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അത് കുഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലയിൽ ആ പഴത്തൊലി മാത്രമേ കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കറിവേപ്പിലയോ അച്ചാറിൻ്റെ വറകിലുള്ള വത്തൽ മുളക്, എന്നിട്ട് ഇല ക്ലീൻ ആക്കി വെക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുള്ളി കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഇത് എങ്ങനെ കഴിക്കണമെന്ന് അറിയില്ല. എനിക്ക് പറ്റില്ല. ഇപ്പോൾ ഉള്ള എല്ലാവരും എൻ്റെ ഒരു ഫസ്റ്റ് ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ പായസം. അപ്പോൾ ആ പായസം എങ്ങനെയെങ്കിലും കഴിക്കണം. അതെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ഭക്ഷണ രീതികളിൽ പോലും നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവമാണ്. ഏതായാലും വലിയ സന്തോഷം, കാരണം ഒരു വലിയ സദ്യ വിളമ്പി കഴിച്ചതുപോലെ എനിക്ക് മാത്രമല്ല നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞാൻ പറഞ്ഞത്. സന്തോഷം. ആ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ പറയും ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹമാണ്. സത്യം. ഏതായാലും നമ്മൾ ഇനിയും കാണും. തീർച്ചയായിട്ടും. വന്നതിൽ വലിയ സന്തോഷം. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു ഇത് കഴിഞ്ഞ്, ഇത്രയും വർഷത്തെ ഒരു മാധ്യമ ജീവിതത്തിൽ പല
ഞാൻ ഇന്നത്തെ അതിൻ്റെ എപ്പിസോഡുകൾ ഫസ്റ്റത്തെ ഞാനും കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ഈ അഭയ കേസിൻ്റെ മുതലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി വരുന്നതാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ഇത്രയും വലിയ ഇത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു സംരംഭം എന്ന നിലയിൽ ഉപരി നമ്മുടെ പാഷനെ എങ്ങനെ കൊണ്ടുവന്ന ഒരു ഫാമിലി മെമ്പേഴ്സ് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇത് അതെ എൻ്റെ മുഴുവൻ ഫാമിലി ഇന്ന് അങ്ങേ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അതെ അതെ. അപ്പോൾ ആ ഒരു രീതിയിൽ അല്ല, എന്നെ ഒരുപാട് പേര് 100 കണക്കിന് ആളുകൾ വിളിച്ചു. പക്ഷെ ഞാൻ ത്രില്ലടിച്ചു പോയത് അങ്ങയുടെ വിളി വന്നപ്പോഴാണ്. താങ്ക് യു. അപ്പോൾ ഒരുപാട് ചേട്ടൻ പറഞ്ഞ പോലെ മുരുകൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇത് തുടങ്ങി. അപ്പോൾ എല്ലാം സന്തോഷകരമായിട്ട് പൊക്കോട്ടെ. നമ്മുടെയൊക്കെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ഓ, സന്തോഷം. താങ്ക് യു ഏട്ടാ. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തിരിച്ചു. ഓക്കെ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു ചാനൽ നമ്മുടെ എല്ലാം ഹൃദയത്തിലുണ്ടാവട്ടെ. വടയാർ സുനിൽ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ ആദ്യത്തെ സംരംഭമാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ വിജയിക്കട്ടെ. താങ്ക് യു സോ മച്ച്.